അത് കുറച്ച് ഫീൽ ചെയ്തു എനിക്ക് അങ്ങനെ പറഞ്ഞത്. ആ ആന കുരങ്ങനെ പോലെ ഇരിക്കുന്ന കുരങ്ങൻ ചെറുക്കൻ ആനപ്പല്ലുള്ളവൻ അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് പുള്ളി. ഇല്ല ഇല്ല ഇല്ല, നമ്മളെ അറിയത്തോലുമില്ല എങ്ങനെയാണെന്ന്. ഞാൻ മുമ്പ് പുള്ളിക്കാരനെ എനിക്കറിയാം, പുള്ളിക്കാരനെ പറ്റി എനിക്കറിയാം. നമ്മളെ ഒരു പരിചയമില്ലല്ലോ, എന്നാലും ഇങ്ങനെ പറയേണ്ട ഇല്ലല്ലോ, കാര്യമില്ലല്ലോ ഒരാളെ പറ്റി. എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ? ആ തന്നെ, അശോക്. ആ വർക്കല, വർക്കല പകൽക്കുറിയാണ് മെയിൻ. വർക്കലയിൽ നിന്ന് 21 കിലോമീറ്റർ. വനിതയില് ഞാൻ പടം കാണാൻ വന്നതാ, ടർബോ കാണാൻ വന്നതാ. റിവ്യൂ പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അങ്ങനെ വന്ന്. അത് തന്നെയാണ്. ഇതിനു മുമ്പ് ഞാൻ ഒരു കണ്ടന്റ് ക്രിയേറ്റർ, എന്റെ ഒരു പല വീഡിയോസും വൈറലായിരുന്നു. ഇപ്പം 42K ഉണ്ട്, 42K. ഇല്ലല്ല, ടർബോയ്ക്ക് മുമ്പ് 32K ആയിരുന്നു. 10K കൂടി. 2 മില്യൺ, 6 മില്യൺ, 8 മില്യൺ വ്യൂസ് ഉള്ള വീഡിയോസ് ഉണ്ട്. അതിൽ ഒരു വീഡിയോ ആന്ധ്രയിൽ വരെ ക്ലിക്ക് ആയിരുന്നു. ഇൻസ്റ്റാഗ്രാം വീഡിയോസ് കാണുന്നവർ പലരും തന്റെ വീഡിയോ കണ്ടുപോയിട്ടുണ്ടാവാം. പലരും കണ്ടുപോയിട്ടുണ്ട്. ടർബോ ഇവിടെയാണ് ഇപ്പം ഒരു വൈറലായെന്ന് പറയാം, കൂടുതൽ ആളുകളുടെ മുമ്പിൽ എത്തിച്ചേരുന്നു പറയാം. അവിടെ എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു, ഒരു പ്രശ്നങ്ങളൊന്നും. ഇല്ല ഇല്ല, ദേഷ്യപ്പെടാൻ അങ്ങനെ വന്നിട്ടില്ല. എന്റെ ജോലി ഹോട്ടൽ ജോബാ. ഞാൻ ക്യാമ്പോസായിട്ട് വർക്ക് ചെയ്ത് UAE ദുബായിൽ. ഞാൻ 8 വർഷം ദുബായിൽ, 1 വർഷം സൗത്ത് ആഫ്രിക്കയിലും ജോലി ചെയ്തു. കോവിഡ് ടൈം ആയപ്പം കമ്പനി ഇതായി, കുറെ ഡൗൺ ആയി, അങ്ങനെ വന്നു. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. താങ്കൾക്കെതിരെ ഇപ്പോ ഒരുപാട് രീതിയിലുള്ള ബോഡി ഷേമിംഗ് വരുന്നുണ്ട്. താങ്കളുടെ ഫോട്ടോ വിഷമം തോന്നരുത്, ഞാൻ പറഞ്ഞതിൽ വിഷമം തോന്നരുത്, കാരണം താങ്കൾ കൂടി അറിയണം, അതുകൊണ്ടാണ് പറയുന്നത്. തന്റെ ഫോട്ടോയും അതേപോലെ മറ്റേ നമ്മുടെ ഗോറില്ലയുടെ ഫോട്ടോ ഒക്കെ ഒന്നിച്ച് വെച്ചിട്ട്, AFCന്റെ ഒക്കെ ഫോട്ടോ ഒന്നിച്ച് വെച്ചിട്ടൊക്കെ വലിയ രീതിയിൽ ഉണ്ടായിരുന്നു. അപ്പൊ തന്റെ മുഖം ആ രീതിയിൽ ചില ആളുകൾ അങ്ങനെ പരത്തുന്ന സമയത്ത് എന്തെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ വിഷമം തോന്നിയിട്ടില്ല. അവരവരായിട്ടുള്ള മനസ്സിൽ തോന്നുന്നു അവരൊക്കെ ചെയ്യുന്നതായിരിക്കും, അതേ എനിക്ക് പറയാനുള്ളൂ. അവർക്ക് അങ്ങനെ തോന്നുന്നു, അവർ ചെയ്യുന്നു പലരും. തന്റെ മുഖത്തോട് അങ്ങനെ കാണിച്ച് ബോഡി ഷേമിംഗ് ചെയ്യുന്ന, എന്നെ തെറി വിളിക്കുന്ന ഇങ്ങനെ ചെയ്യുന്ന ട്രോൾ ചെയ്യുന്നവർക്ക് എനിക്കിഷ്ടം തന്നെ, എനിക്ക് എല്ലാവരുടെ ഇഷ്ടം തന്നെ. കിംബോയ്ക്ക് എല്ലാവരുടെ ഇഷ്ടമാണ്. ആരോടെങ്കിലും ഒരാളുടെ ദേഷ്യം തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ചെറുതായിട്ടെങ്കിലും നമ്മുടെ ശാന്തി വിളയിച്ച് പുള്ളിക്കാരൻ അങ്ങനെ പറഞ്ഞത് എനിക്ക് അത്ര നല്ല ഫീൽ ചെയ്ത്. അത് കുറച്ച് ഫീൽ ചെയ്തു എനിക്ക് അങ്ങനെ പറഞ്ഞത്. കുരങ്ങനെ പോലെ ഇരിക്കുന്ന കുരങ്ങൻ ചെറുക്കൻ ആനപ്പല്ലുള്ളവൻ അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് പുള്ളി. അത് കുറച്ച് ഫീൽ ചെയ്തു, അത് സത്യം തന്നെ. ഇല്ല ഇല്ല, അങ്ങനെയൊന്നും തോന്നില്ല. അതൊരു വിഷമം തോന്നി എനിക്ക്. ഇല്ല ഇല്ല ഇല്ല, നമ്മളെ അറിയത്തോലുമില്ല എങ്ങനെയാണെന്ന്. ഞാൻ മുമ്പ് പുള്ളിക്കാരനെ എനിക്കറിയാം, പുള്ളിക്കാരനെ പറ്റി എനിക്കറിയാം. നമ്മളെ ഒരു പരിചയമില്ലല്ലോ, എന്നാലും ഇങ്ങനെ പറയേണ്ട ഇല്ലല്ലോ, കാര്യമില്ലല്ലോ ഒരാളെ പറ്റി. ഒരാളെ പറ്റി ഇങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. ഇല്ല, ഒന്നുമില്ലാതെയാണ് തന്നെ വന്ന് വെറുതെ വന്ന് പുള്ളി അങ്ങനെ പറയുന്നത്. അത് തനിക്ക് വിഷമമുണ്ടാക്കുന്നുണ്ടല്ലേ? ചെറിയ രീതിക്ക് വിഷമമുണ്ടാക്കിയാണ്, ഫീലായി. പുറത്തിറങ്ങുന്ന സമയത്ത് ആളുകളൊക്കെ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്? എന്റെ നാട്ടിലുള്ളവരൊക്കെ നല്ല സപ്പോർട്ടാ, നാട്ടുകാരൊക്കെ വളരെ ഇഷ്ടം കാര്യമൊക്കെയാണ്. ഇപ്പൊ പുറത്തിറങ്ങുന്നവർ അങ്ങനെ എല്ലാവരും കളിയാക്കുന്നുണ്ട്, എന്നാലും ഉണ്ടാവും, എന്നാലും ഫോട്ടോ എടുക്കും എല്ലാരും. ഇല്ല ഇല്ല ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാരും ഫോട്ടോയൊക്കെ എടുക്കും, അങ്ങനെയൊക്കെ സംസാരിക്കും, എല്ലാരും കൈയൊക്കെ തരും. അങ്ങനെ കുഴപ്പമൊന്നുമില്ല. സോഷ്യൽ മീഡിയ വേൾഡിൽ മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. വീഡിയോയുടെ കമന്റ്സ് നോക്കിയാലും ആവർത്തിക്കപ്പെടും. ഇപ്പോ ഞാൻ ശരിക്കും കമന്റ്സ് നോക്കാറില്ല, പിന്നെ ഇതെനിക്കൊന്നും ഫീൽ ചെയ്യാറില്ല എന്ന് പറയുമ്പോഴും ഒരു വ്യക്തിയെ കുറിച്ച് ഇതുപോലുള്ള ഈ ബോഡി ഷേമിങ്, തന്റെ ശരീര രൂപത്തിലുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ എടുത്തു കാണിച്ചുകൊണ്ട് ഇങ്ങനെ കുരങ്ങിനോട് സാദൃശ്യപ്പെടുത്തുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ മോശപ്പെട്ട ഒരു കാര്യമുള്ളൂ. എന്റെ ഫോട്ടോ കുരങ്ങിനോട് സാദൃശ്യം എനിക്ക് കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മുടെയൊക്കെ പൂർവികനാണ് കുരങ്ങ്, അല്ലെ? ഇത് ഏത് തരത്തില് ഇപ്പൊ കുരങ്ങ് എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ എന്തോ മന്ദബുദ്ധിയായ ഒന്നറിയാത്ത ഒരു സാധനത്തിന് നമ്മൾ വലിയ രീതിയിൽ ഇപ്പോ ലയൺ എല്ലാവർക്കും ഭയങ്കര സംഭവം, അങ്ങനെ പറയുമ്പോ നല്ല സംഭവം. പുലിക്ക് എന്താ പറയാ വലിയൊരു പ്രാധാന്യം കൊടുക്കുകയും കുരങ്ങിനൊരു ആ രീതിയിലാണ് നമ്മുടെ സമൂഹം കണ്ടത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഫോട്ടോ വെച്ച് തന്നെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ല വിഷമം തോന്നിയിട്ടുണ്ട്. അങ്ങനെ എന്റെ കൂട്ടുകാരിൽ ഇട്ട സമയത്ത് ഞാൻ അവരോടൊക്കെ പോയി നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്.
ബോഡിയിൽ ഉണ്ടാവുന്ന അങ്ങനെ ഒരിക്കലും കാണിച്ചുകൊണ്ട് ചെയ്യുന്നത് അതാണ് വളരെ മോശപ്പെട്ട കാര്യമാണ്. വേറെ രീതിയിൽ നമുക്ക് കളിയാക്കാൻ പറ്റുമല്ലോ. ബോഡി ഷെയിം ചെയ്തുകൊണ്ട് അവരെ കളിയാക്കുകയും തമാശ ഉണ്ടാക്കുന്നതിൽ ഞാൻ യോജിക്കുന്നില്ല. ഇവിടുത്തെ കുറെ റിയാലിറ്റി ഷോയിലൊക്കെ ഈ ബോഡി ഷെയിമിങ് ചെയ്തുകൊണ്ടുള്ള പരിഹാസങ്ങളൊക്കെ നമുക്ക് ഈ റിയാലിറ്റി ഷോയില് തന്നെ കാണാം. പല്ലിന് കുറച്ച് ഇവിടെ ഉണ്ടോ എന്ന് വെച്ചാൽ ആ രീതിയിൽ പറയുന്നത് ശരിയല്ല. ചിരിക്കുന്ന സമയത്ത് ആളുകൾ ആ രീതിയിലാണ് കാണുന്നത്. അത് അങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ ടോളറേറ്റ് ചെയ്യേണ്ട സാധനമല്ല. താൻ ആ കാര്യം വരുമ്പോൾ വിമർശിക്കേണ്ട സ്ഥലത്ത് വിമർശിക്കണം. അതിനെ ഞാൻ ആസ്വദിക്കുന്നു എന്ന് പറയുന്നതിൽ തന്റെ അഭിപ്രായത്തിലല്ല, എന്റെ അഭിപ്രായത്തിൽ എനിക്ക് യോജിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതിപ്പോ ശാന്തിയോടെ ചെയ്താലും ആരാണെങ്കിലും അങ്ങനെ ഒരു കാര്യത്തിൽ ഞാൻ യോജിക്കുന്നില്ല. അശോകിന്റെ അഭിപ്രായം എങ്ങനെ എനിക്കറിയില്ല. അശോകൻ അങ്ങനെ വേറെ വല്ല അഭിപ്രായം ഉണ്ടോ ഈ കാര്യത്തിൽ? എനിക്ക് ഈ കാര്യത്തിൽ വേറെ അഭിപ്രായമൊന്നുമില്ല. അവര് പറയുന്നത് അവരായിട്ടുള്ള രീതിയിൽ ചോദിക്കുന്നു, അത്രേ ഉള്ളൂ. ഓരോരുത്തരെ പറ്റി പറഞ്ഞു ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. ഈ കമന്റ്സുകളെ തന്റെ വിജയത്തിന്റെ പടികളായി നോക്കി കാണുന്നുണ്ടോ? കമന്റുകള് പോസിറ്റീവ് കമന്റുകള് നെഗറ്റീവ് കമന്റുകളുടെ ഒരു വിജയത്തിന്റെ ഇതായിട്ടാ കാണുന്നത്. എല്ലാം വിജയത്തിന്റെ ഒരു ഇതായിട്ട് ഞാൻ കാണുന്നു. എല്ലാരെയും ഇഷ്ടം തന്നെ എനിക്ക്. ഇവര് തന്നെയാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന വളർത്തുന്നത്. അങ്ങനെ വളർത്തുന്നവരും വളർത്തുന്നുണ്ട്. ഓരോ കമന്റ്സ് ഇടുന്ന ആളുകൾക്ക് അറിയില്ല ഈ ഓരോ കമന്റ്സിനും അത് തന്റെ വലിയ മുതൽക്കൂട്ടാന്നുള്ളത് അല്ലേ? എനിക്ക് എല്ലാവരുടെയും ഇഷ്ടമാണ്. എല്ലാവരുടെയും ഇഷ്ടം തന്നെ. നെഗറ്റീവ് കമന്റ് ഇടുന്ന പോസിറ്റീവ് ആയാലും എല്ലാവരുടെയും എനിക്ക് ഇഷ്ടം തന്നെ. എല്ലാ മലയാളികളും കിംബോയ്ക്ക് ഇഷ്ടമാണ്. എല്ലാവരും ട്രോളന്മാരോട് എനിക്ക് ഒന്നും പറയാനില്ല. അവരെ അടിച്ചു വിളിക്കട്ടെ. അവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ട്രോളന്മാരെയൊക്കെ എനിക്ക് ഇഷ്ടമാണ്. കിംബോയ്ക്ക് വളരെ ഇഷ്ടമാണ്. എനിക്ക് ഒരു കുഴപ്പമില്ല. എനിക്ക് വളരെ ഇഷ്ടം തന്നെ. കിംബോയ്ക്ക് ഇഷ്ടമാണ്. തന്റെ ജോലിയാണെങ്കിലും തന്റെ കുടുംബത്തിലാണെങ്കിലും എവിടെയും എഫക്ട് ചെയ്യില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. ജോലിയാണെങ്കിലും അതിൽ എഫക്ട് ചെയ്യില്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അങ്ങനെ ആറാട്ടണന്റെ കാര്യം പറയുമ്പോൾ ആറാട്ടം ചില സമയത്ത് പറയാറുണ്ട് ഫാമിലിയിൽ എഫക്ട് ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെ. എനിക്ക് തന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ബാധിക്കുന്നുണ്ടോ? അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. ട്രോളൊക്കെ അത്യാവശ്യം ട്രോളൊക്കെ ചെയ്താലും അങ്ങനെ കുഴപ്പമില്ല. ഓൾറെഡി കുറെ ട്രോളൊക്കെ ഉണ്ടല്ലോ എനിക്ക്. അങ്ങനെ എഫക്ട് ചെയ്യുന്നുള്ളതൊന്നും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ആവില്ല. എനിക്ക് തോന്നുന്നു ഞാനാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് തന്നെ ഈ രീതിയിൽ ഇന്റർവ്യൂ ചെയ്യുന്നത്. വേറെ ചാനൽ അധികം ഞാൻ കണ്ടിട്ടില്ല. വേറെ ചാനൽ അങ്ങനെ വിളിച്ചിട്ട് ബന്ധപ്പെടുക ചെയ്തിട്ടുണ്ടോ? വേറെ നമ്മുടെ നാട്ടിലുള്ള ചാനലൊക്കെ ചെയ്തു. 2-3 ചാനലൊക്കെ ചെയ്തു. ഈ ചാനലാണെന്നുള്ളത്. ചാനലൊക്കെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് വലിയ സന്തോഷമാണോ എനിക്ക്? ഇന്റർവ്യൂ എനിക്ക് സന്തോഷം തന്നെ. അവര് ഒരു വെറൈറ്റി രീതിയിലൊക്കെ ഒരു ചെയ്തായിരുന്നു. അത് വെറൈറ്റി തന്റെ കരാട്ടൊക്കെ കാണിച്ചു. കരാട്ടെ എന്റെ ഒരു ഫ്രാങ്ക് വീഡിയോ ഒക്കെ അങ്ങനെയൊക്കെ ചെയ്ത് ഒരു ചാനല് അങ്ങനെയൊക്കെ. ഇപ്പൊ വനിതാ തിയേറ്ററിൽ വെച്ച് നോക്കുകയാണെങ്കിൽ വലിയൊരു കലാകാരന്മാരുടെ ഏരിയ. അവിടെ ആദ്യം പാട്ടാണ്, ഡാൻസ് ആണ്, ഇപ്പൊ കരാട്ട വരെ എത്തിയിരിക്കുന്നത്. ഇനിയും വനിതാ തിയേറ്ററിൽ റിവ്യൂ പറയാൻ ഉണ്ടാവും. ഇനിയും ഉണ്ടാവും. കിംബോയ് വരും ഷുവർ. അവിടെ ആരെങ്കിലും തടയാൻ നിൽക്കുന്നുണ്ടോ തന്നെ? അങ്ങനെ തടയാൻ നിൽക്കുന്നില്ല. അതാണ് എന്റെ വിശ്വാസം. അതപ്പോഴേ നോക്കാം. ഇപ്പൊ പറയുന്നത് സന്തോഷം സംസാരിക്കാൻ സാധിച്ചതിലും. ഓക്കെ, താങ്ക് യു. ചോദ്യം കുറച്ച് സ്ട്രേറ്റ് ആയിട്ട് എനിക്ക് വിഷമമുണ്ടാക്കിയത് എനിക്കറിയില്ല. പക്ഷെ ചോദ്യം ഞാൻ സ്ട്രേറ്റ് ആയിട്ട് ചോദിച്ചു. അത് മുഖത്ത് നോക്കി ചോദിക്കേണ്ടതാണ്. ഓക്കെ, നന്ദി അശോക്.